ഞാൻ ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ റിസൾട്ട് കിട്ടുന്ന 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണ്. ഇതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ താഴെ റെഡി നിന്ന് ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ടെക്നിക്ക് പറയുന്നതിന് മുമ്പ് ഒന്നുണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് ഒരുപാട് പേര് എപ്പോഴും ടെക്നിക്കിൽ ചില ആളുകൾ കുറ്റം പറയാറുണ്ട്, ഇതൊക്കെ ഇതൊന്നും നടക്കുന്ന കാര്യമുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതുപോലെ. പക്ഷേ ഈ ഏത് ടെക്നിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിത് നടക്കുമോ ഇല്ലേ എന്നുള്ള ഉള്ളിലൊരു ഫിയർ, സെൽഫ് ഡൗട്ട്, ഉള്ളിലൊരു സംശയത്തോടു കൂടി നിങ്ങൾ ഒരു സൈഡിൽ നിങ്ങൾ ആഗ്രഹിക്കും എനിക്ക് പണം വേണം, സമ്പത്ത് ധാരാളമായിട്ട് വേണം എന്നാഗ്രഹിക്കുകയും, മറുവശത്ത് അതിന് ഞാൻ യോഗ്യനല്ല, എനിക്കതൊക്കെ കിട്ടുമോ, അതിൽ യോഗ്യത എനിക്കുണ്ടോ എന്നുള്ള സംശയം കൂടി വരും. ഇത്തരത്തിൽ ഒരു സൈഡിൽ പോസിറ്റീവും മറ്റു സൈഡിൽ നെഗറ്റീവുമായിട്ടുള്ള ചിന്താഗതി വരുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഡൊമിനൻ്റായിട്ട് നിൽക്കുന്ന ഒരു ചിന്തയെയാണ്, ഇമോഷനെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് റീഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് എപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല നിങ്ങളുടെ ഉപബോധ മനസ്സ് റീഡ് ചെയ്യുന്നത്. പകരം നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന, നിങ്ങളുടെ ഇന്നർ വേൾഡിൽ നടക്കുന്ന തോട്ട്സ്, ഇമോഷൻസ്, ആ വൈബ്രേഷനാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ്, അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമാക്കി തരാനായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സെന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾ സംശയവും മറു സൈഡിൽ നിങ്ങളുടെ ആഗ്രഹവും പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു കാറിൻ്റെ ആക്സിലേറ്റർ ചവിട്ടിപ്പിടിക്കുകയും മറുവശത്ത് ബ്രേക്കും ഒരേ സമയം ചവിട്ടിപ്പിടിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു റേസ് ചെയ്യുന്നതല്ലാതെ 1 ഇഞ്ച് പോലും മുന്നോട്ട് ആ വാഹനം പോകില്ല എന്നതുപോലെ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു ജീവിതമല്ലേ ഇവിടെയുള്ളൂ. ആ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് ആസ്വദിച്ച് സമ്പത്തും നല്ല റിലേഷൻഷിപ്പുകളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ട് നിങ്ങളുടെ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ ആക്കിയിരിക്കുന്നത്. അല്ലാതെ കരഞ്ഞും വിഷമിച്ചും വിലപിച്ചും സങ്കടപ്പെട്ടും ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് നിങ്ങൾ തിരിച്ചറിയുക. ഇതാണ് സമ്പന്നത എന്ന് പറയുന്നത്. അല്ലാതെ കുറേ പണം ഉണ്ടാകുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് സമാധാനം, സ്വസ്ഥതയും ശാന്തതയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഒരേ സമയം നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാനുള്ള ക്വാളിറ്റി ടൈമും ഇതെല്ലാം ഒരേ സമയം ചേരുന്നതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കാൻ, ഒരുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻറ്ററുടെ സഹായം തേടാവുന്നതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവ് ബ്ലോക്കുകളെയും റിമൂവ് ചെയ്തുകൊണ്ട് ഏറ്റവും സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങും ഒക്കെ ഞങ്ങൾ തരാനായിട്ട് നിങ്ങൾക്ക് തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ചിന്തയാണ് യാഥാർത്ഥ്യമാക്കി തരുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കേണ്ട ഒരാഗ്രഹം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ 55 തവണ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾക്കത് നടന്നു കഴിഞ്ഞാൽ ഫീലിങ്സിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അത് 55 തവണ ഒരു ദിവസം എഴുതുക. അങ്ങനെ 5 ദിവസം തുടർച്ചയായിട്ട് എഴുതുക. ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് പ്രിൻ്റ് ആവുകയും അതിവേഗത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതെല്ലാം വളരെ പ്രൂവനാണ് കേട്ടോ. ആയിരക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടെക്നിക്കുകളാണിത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ്. നിങ്ങളൊന്നും ചെയ്തു നോക്കൂ.